മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സജി ചെറിയാന്റെ പ്രസംഗത്തെ വിമർശിച്ചുകൊണ്ടും നിരവധി അഭിപ്രായങ്ങളാണ് പൊതുവിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരവധി പ്രസ്താവനകൾ നേതാക്കളുടെ ഇടയിലുണ്ട്. എന്നാൽ സജി ചെറിയാൻ ഒന്നും കുറേ കാലമായിട്ട് ക്ഷമിക്കുന്നു. ഇനി എനിക്ക് ക്ഷമിക്കാൻ മനസ്സില്ല, അതുകൊണ്ട് എന്നെക്കുറിച്ച് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങൾ അവസാനിപ്പിച്ചു കൊള്ളണമെന്ന് ഇപ്പോൾ സജി ചെറിയാൻ വല്ലാതെ ക്ഷുഭിതനായി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇങ്ങനെ പറയുന്നത്. വേട്ടയാടലും ഭീഷണിയും വേണ്ടെന്നും ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ടെന്നുമാണ് സജി ചെറിയാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേട്ടയാടൽ വേണ്ട എന്നുള്ള ഒരു ഭീഷണി സ്വരത്തിലാണ് പിന്നെ സജി ചെറിയാൻ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും തന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ തന്നെ ആക്ഷേപിക്കുന്നവർക്കെതിരെ പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പലരുടെയും യഥാർത്ഥ മുഖങ്ങൾ നാടറിയും. എല്ലാ തെളിവും വെറുതെ ആകില്ലെന്നും സജി ചെറിയാന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. നിലപാട് വ്യക്തമാക്കി ഇട്ട FB പോസ്റ്റ് അരമണിക്കൂറിനുള്ളിൽ പിൻവലിക്കുകയും ചെയ്തു സജി ചെറിയാൻ. അതാണ് ഏറ്റവും പ്രത്യേകത. ഇങ്ങനെ തനിക്ക് ക്ഷമിക്കാനുള്ള ഒരു അതിരുണ്ടെന്നും ഇനി ക്ഷമിക്കില്ലെന്നും ഇനി എന്നെക്കുറിച്ച് വല്ലതും പറഞ്ഞാൽ ഞാൻ തിരിച്ചു വല്ലതുമൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് അരമണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അത് പിൻവലിക്കുകയും അത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു എന്നാണ് കാണുന്നത്. എന്തായാലും ചെറിയ വിഭാഗം വലതുപക്ഷ നേതാക്കൾക്ക് തന്നോട് അസൂയയാണ്. അദ്ദേഹം പറഞ്ഞ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വാക്കുകളാണ്. അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെങ്ങന്നൂരിൽ ചെയ്യുന്നത് കൊണ്ടാണ് തന്നോട് അസൂയ. ഫേസ്ബുക്ക് പോസ്റ്റിലെ പൂർണ്ണ രൂപം ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കാം. എൻ്റെ പൊതുപ്രവർത്തനം 8ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്. സജി ചെറിയാന്റെ തുടക്കം ഇതാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലെ തുടക്ക സെന്റൻസ്. 13 വയസ്സ്, ഇന്ന് 59. പൊതുപ്രവർത്തനം തുടങ്ങി ഇപ്പോൾ 45 വർഷം കഴിഞ്ഞു. വലതുപക്ഷ വേട്ടയാടുകൾ നേരിട്ടാണ് ഇവിടെ വരെ എത്തിയത്. പാർട്ടി ദുർബലമായ നാട്ടിൽ 32,000 വരെ ഭൂരിപക്ഷം നേടി. എൻ്റെ ജീവന് ഒരുപാട് പേർ വില പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂസിയിട്ടില്ല. ഒന്നിനും മുന്നിലും എൻ്റെ ആശയം പണയം വെച്ചിട്ടില്ല. ഞാൻ സാധാരണ മനുഷ്യന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ച ആളാണ്. ഞാൻ പാവപ്പെട്ടവനെയും എൻ്റെ മുന്നിൽ എത്തുന്നവരെയും ജാതിമത രാഷ്ട്രീയ പരിഗണനകളില്ലാതെ സ്നേഹിച്ചു. ചെയ്യാവുന്നത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരാൾക്കും ഈ കാലയളവിൽ ഒരു പരാതിയും ഉയർത്താനും കഴിഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി ആക്ഷേപങ്ങൾ ഇല്ലാതെ ചെയ്തു. ഇതിനെല്ലാം എൻ്റെ പാർട്ടി എനിക്ക് അംഗീകാരം നൽകിയിട്ടുമുണ്ട്. എന്നെ ജയിപ്പിച്ച ജനങ്ങൾ, അതായത് ചെങ്ങന്നൂരിലെ ജനങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് അതിൻ്റെ 10 മടങ്ങ് 6 വർഷം കൊണ്ട് എല്ലാവരുടെയും പിന്തുണ കൊണ്ട് ഇതിനോടകം നിറവേറ്റാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ചെയ്യാൻ വരും നാളുകളിൽ, വരുന്ന ഈ 16 മാസം ഞാൻ ചെയ്യാനും കഴിയും. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു കാര്യം ജനങ്ങളോട് ഞാൻ പറഞ്ഞു. ഞാൻ വഴി ഈ നാടിനും ചെങ്ങന്നൂരിലെ ജനങ്ങൾക്കും ഒരു അവമാനവും ഉണ്ടാക്കില്ല. അത് ഞാൻ പാലിച്ചിട്ടുണ്ട്. നിലപാടുകൾ എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളാം. അത് നാളെയും തുടരും. മറിച്ച് വേട്ടയാടൽ, ഭീഷണി, ആക്ഷേപങ്ങൾ വേണ്ട. പതിറ്റാണ്ടുകളായി സഹിക്കുന്നു. ഞാനും ഒരു മനുഷ്യനാണ്. എനിക്ക് ഒരു കുടുംബമുണ്ട്. ഈ നാടിന് അറിയാം ഞാൻ ആരാണെന്ന്. ആർക്കും പരസ്യമായി ആഡിറ്റ് ചെയ്യാൻ നേരിട്ട് ചോദിക്കാം എന്നതിന് ഒരു തടസ്സവുമില്ല. നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ചെങ്ങന്നൂരിൽ നടപ്പാക്കുമ്പോൾ തകർക്കാമെന്നാണ് കരുതുന്നത്. അത് ഒരു ചെറിയ വിഭാഗം വലതുപക്ഷ നേതാക്കളുടെ സ്വപ്നവും അസൂയയും മാത്രമാണ്. ഇവിടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. പലരുടെ യഥാർത്ഥ മുഖങ്ങൾ നാടറിയും. ക്ഷമയ്ക്കും ഒരതിരുണ്ട്. എല്ലാം തെളിവും വെറുതെ ആകില്ല എന്നും ഓർമ്മിക്കുക. ഇതാണ് സജി ചെറിയാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷേ ഈ പിന്നെ അവകാശവാദങ്ങളും ഈ പിന്നെ ഭീഷണിപ്പെടുത്തുന്നുള്ള വിരട്ടലും എല്ലാം കൂടി ചേർത്ത ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അരമണിക്കൂർ പോലും ഇടാൻ അദ്ദേഹത്തിന് ധൈര്യവും ഉണ്ടായിരുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ആർജവം എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്.